വളരെ ദൗർഭാഗ്യകരമായി പോയി. ഏതായാലും ഞങ്ങളാരും പോവാതിരുന്നത് നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം MLA-മാർ ഞങ്ങൾ പോകാത്തതിനെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങളോട് എങ്ങനെ പെരുമാറുമായിരുന്നു. ശൈലജ ടീച്ചറെ അപമാനിച്ചു, അതുപോലെ ഇപ്പോൾ തോമസ് ചാഴിക്കാടനെ അപമാനിച്ചു. അപ്പം ഞങ്ങളെപ്പോലുള്ള പ്രതിപക്ഷ MLA-മാർ പോകാതിരുന്നത് എത്ര നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വാസ്തവത്തിൽ ചാഴിക്കാടൻ പറഞ്ഞത് എന്താ? റബ്ബറിന് 250 രൂപയാക്കണം, താങ്ങുമില്ല. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുള്ളതാണ്. റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നം ഉൾപ്പെടെയുള്ള കോട്ടയത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത്. എന്ത് തെറ്റാണ്? അപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അതൊന്നും പറയാനുള്ള വേദിയാണ്. പിന്നെ എന്ത് പറയാനാണ് ഈ സദസ്സ്? പ്രതിപക്ഷത്തെ വിമർശിക്കാനാണോ? മറ്റുള്ള ആളുകളെ അപമാനിക്കാനാണോ ഈ സദസ്സ്? ജനങ്ങളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച തോമസ് ചാഴിക്കാടനോട് മുഖ്യമന്ത്രി ചെയ്ത അങ്ങേയറ്റത്തെ തെറ്റാണ്, വലിയ തെറ്റാണ് ചെയ്തത്. വാസ്തവത്തിൽ അത് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയുകയാണ് വേണ്ടത്. ചാഴിക്കാടൻ ഒരു പാർലമെൻറ്റ് അംഗമെന്നുള്ള നിലയിൽ റബ്ബർ കർഷകരുടെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിനെ അദ്ദേഹത്തെ ശാസിക്കുകയും ഈ സദസ്സ് ഇതിനു വേണ്ടിയുള്ളതല്ല, പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ സദസ്സ്? എന്തിനു വേണ്ടിയാണ്? പ്രതിപക്ഷത്തെ വിമർശിക്കാനും ഇല്ലാത്ത അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും വേണ്ടിയാണോ ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത്? അതുകൊണ്ട് തോമസ് ചാഴിക്കാടൻ MP-ക്ക് നേരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഈ ശബരിമല വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഡൽഹിയിൽ UDF MP-മാർ നടത്തിയ പ്രതിഷേധത്തിൽ അവർ ആവശ്യപ്പെട്ട കാര്യം കേന്ദ്രം ഇടപെടണം എന്നാണ്. അങ്ങനെ ഒരു ആവശ്യം കോൺഗ്രസിനുണ്ടോ? അല്ല, അത് പറഞ്ഞ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താൻ ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര സേനയെ കൂടി വിന്യസിപ്പിക്കേണ്ടി വന്നാൽ അത് തെറ്റൊന്നുമില്ല. ഇപ്പോൾ റാപ്പിഡ് ഫോഴ്സുകളെ നമ്മൾ നിയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എമർജൻസി വരുമ്പോൾ നമ്മൾ കേന്ദ്രത്തിൻ്റെ സേനകളുടെ സഹായം തേടാറുണ്ട്. അതുപോലെ കേരളത്തിൽ ജനകീയ സദസ്സ് നടക്കുന്ന സന്ദർഭത്തിൽ പോലീസുകാരെല്ലാം അതിൻ്റെ കൂടെ പോകുമ്പോൾ ഇവിടെ സേനാ സൗകര്യം ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് സേനയെ കൊണ്ടുവരുന്നതിന് എന്താ തെറ്റ്? ദുരന്ത നിവാരണ സേനയെ പലപ്പോഴും അവിടെ വിന്യസിപ്പിക്കാറുള്ളതാണ്. ഇപ്പോഴല്ല, എല്ലാ കാലത്തും ദുരന്ത നിവാരണ സേനയെ അവിടെ വിന്യസിപ്പിക്കാറുള്ളതാണ്. അത് MP-മാർ പറഞ്ഞത് എന്താ തെറ്റ്? MP-മാർ പറഞ്ഞത് ന്യായമല്ലേ? കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുമ്പോൾ യാതൊരു സൗകര്യവുമില്ലാതെ 20-22 മണിക്കൂർ ക്യൂ നിന്ന് വെള്ളം പോലും കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ അയ്യപ്പന്മാർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി സൗകര്യം ഒരുക്കണമെന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളേ? അവർ പറഞ്ഞ ന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം.